നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീലിന് എവിടെയാണ് പഴച്ചത്? ബ്രസീൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു കളിയേ അല്ല നോർവേ കളിച്ചത്. നോർവേ എല്ലാ അർത്ഥത്തിലും ഒരു ഓൾറൗണ്ട് ഗെയിം കളിച്ചു. അവർ ഡിഫൻസും മിഡ്ഫീൽഡും ഫോർവേഡ് ലൈനും, അതായത് ഫൈനൽ തേർഡും അറ്റാക്കിങ്ങും എല്ലാം ഒപ്പത്തിനൊപ്പം നിന്ന് കളിച്ചു. ബ്രസീൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചെറുത്തുനിൽപ്പുണ്ടായി, ആക്രമണമുണ്ടായി. അതിലൊക്കെ അപ്പുറത്ത് ബ്രസീൽ ആ 13ാമത്തെ മിനിറ്റിൽ പെനാൾട്ടി പാഴാക്കിയത് അവരെ മാനസികമായി തകർത്തിരുന്നു. ഇതെല്ലാം ഘടകമായി ബ്രസീലിനെ ഒരു തരത്തിലും വിട്ടില്ല നോർവേയുടെ ഫിസിക്കൽ, നോർവേ പ്ലെയേഴ്സിൻ്റെ ഒരു ഫിസിക്കൽ ഒരു ഇതുണ്ടല്ലോ, ശാരീരിക ക്ഷമത, അതിനു മുന്നിൽ ബ്രസീൽ പതറിപ്പോയി. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ ബ്രസീൽ കളിക്കാരെ ഒരു തരത്തിലും വിടാതെ, പെനാൾട്ടി ബോക്സിൽ നിന്ന് ഒരു ശ്വാസം നൽകാതെ, ശ്വാസം വിടാൻ അവസരം കൊടുക്കാതെ അവരെ പൂട്ടിക്കളഞ്ഞു. ഒരാൾക്കും, വിനീഷ്യസിനും മാർട്ടിനെല്ലിക്കും കുഞ്ഞയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം നോർവേ അവരുടെ പ്രതിരോധം പൂട്ടിക്കളഞ്ഞു. ഒപ്പം തന്നെ കിട്ടിയ അവസരങ്ങളിൽ ഹാലൻഡ് 2 ഗോൾ അടിക്കുകയും ചെയ്തു. ഇതിനൊക്കെ അപ്പുറത്ത് ആ പെനാൾട്ടി ബ്രൂണോ ഗിമറസ് ഗോളാക്കി മാറ്റിയിരുന്നെങ്കിൽ കളിയുടെ ഗതി തന്നെ മാറുമായിരുന്നു. എന്തായാലും നോർവേക്ക് മുന്നിൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരുടെ വേഗത, അവരുടെ ശാരീരിക ക്ഷമത, അവരുടെ ചെറുത്തുനിൽപ്പിൻ്റെ മനോവീര്യം, ഇതൊക്കെ ഒപ്പം തന്നെ ഒരു പെനാൾട്ടി അവരുടെ ഗോളിയാണ് ചെയ്തത്, നൈലൻഡിൻ്റെ. സ്വാഭാവികമായിട്ട് അതൊക്കെ നോർവേക്ക് വളരെയധികം മാനസികമായി ഗുണം ചെയ്തു. ബ്രസീലിന് അതെല്ലാം മാനസികമായി തകർത്ത് കളഞ്ഞു. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നെയ്മറെ പോലെയുള്ള സൂപ്പർ താരം 70ാമത്തെ മിനിറ്റിലാണ് ഇറങ്ങുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ, ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് നെയ്മറെയൊക്കെ നമ്മൾ ഓർക്കുന്നത്. നെയ്മറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ പെനാൾട്ടിയൊക്കെ നെയ്മർ കൺവേർട്ട് ചെയ്തേനെ എന്നൊക്കെ തോന്നുന്നു. എന്തായാലും അതിഗംഭീരമായിട്ട് നോർവേ കളിച്ചു. നോർവേ എല്ലാ അർത്ഥത്തിലും ബ്രസീലിനെ പൂട്ടിക്കളഞ്ഞു. ബ്രസീലിൻ്റെ മുന്നേറ്റ നിരക്ക് പെനാൾട്ടി ബോക്സിനൊക്കെ അകത്തേക്ക് കടന്നു കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഒപ്പം ബ്രസീലിൻ്റെ പ്രതിരോധത്തെ കീറി മുറിക്കുകയും ചെയ്തു എർലിംഗ് ഹാലൻഡിൻ്റെ നേതൃത്വത്തിലുള്ള നോർവേ. എന്തായാലും നിർഭാഗ്യകരമായി ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി.